ശ്രീമദ് ഭാഗവതം ക്ലാസ് 334 സ്കന്ധം 12 11-ാമത്തെ അധ്യായമായിട്ട് വിരാട വർണ്ണന, അതായത് ആ ബ്രഹ്മത്തിൻ്റെ ശ്രീഹരിയുടെ വർണ്ണന. അതേസമയം തന്ത്രമാർഗം, ക്രിയായോഗം ഇവയിലൂടെ ഈ പ്രകൃതി അല്ലേ ശ്രീഹരി എങ്ങനെയാണ് നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയാൻ പോകുന്നുണ്ട്. അതിന് ജ്യോതിഷവുമായിട്ട് വലിയ ബന്ധമുള്ളൊരു പ്രസ്താവനയാണ്. നമുക്കതിലേക്ക് കടക്കാം. ഒന്നിൽ ശൗനകൻ പറയുകയാണ്, സമസ്ത തന്ത്രങ്ങളുടെയും സിദ്ധാന്തത്തിൻ്റെയും തത്വങ്ങൾ അറിയുന്നവനായ ശ്രേഷ്ഠനായ അങ്ങയോട് ക്രിയായോഗത്തെപ്പറ്റി ചോദിക്കുന്നു. 2:3 തന്ത്രമാർഗത്തെ അവലംബിച്ചവർ ഭഗവാനെ പൂജിക്കുവാൻ, അതായത് ലക്ഷ്മിയുടെ പതി അതായത് ഭഗവാനെ പൂജിക്കുവാൻ എങ്ങനെ ഏവകളെ കൊണ്ട് പാദം മുതൽ അംഗങ്ങളെയും ഗരുഡൻ മുതലായ ഉപാംഗങ്ങളെയും കൗസ്തുഭൻ മുതലായ ആഭരണങ്ങളെയും എങ്ങനെ കൽപ്പിക്കണം, പൂജ ചെയ്യുമ്പോൾ ഇതിനെയെല്ലാം എങ്ങനെ കൽപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളും ഗരുഡനുമെല്ലാം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അതിനെ പൂജ ചെയ്യുന്നത് മരണധർമ്മമുള്ള മനുഷ്യരായതിനാൽ അവർ എങ്ങനെ അതിലൂടെ മോക്ഷപ്രാപ്തി നേടാം, ആ പൂജാവിധികളെയെല്ലാം ഉപദേശിക്കുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പൂജ കൊണ്ട് ലക്ഷ്യമിടുന്നത് മോക്ഷപ്രാപ്തിയാണ്, അല്ലാതെ നമ്മുടെ ഭൗതിക നേട്ടമല്ല. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, പൂജ എന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളതല്ല, അത് നടക്കുന്ന കാര്യവുമല്ല. പൂജ എന്നത് നമ്മളെ തന്നെ അങ്ങോട്ടേക്ക് അർപ്പിക്കുകയാണ്, ആ ശ്രീഹരിക്കായി സമർപ്പണമാണ്, ദാനമാണ്, കിട്ടലല്ല. അതിനെയെല്ലാം ഉപദേശിച്ചു കൊടുക്കുവാനാണ് പറയുന്നത്. അപ്പോൾ 4 സൂതൻ പറയുകയാണ്, ബ്രഹ്മദേവൻ മുതലായ ആചാര്യന്മാർ വേദത്താലും തന്ത്രശാസ്ത്രത്താലും ഏതൊരു വിരാട് വിഗ്രഹങ്ങളെ ഉപദേശിച്ചു. വേദത്തിലൂടെ, ബ്രഹ്മദേവനിലൂടെയാണ് വേദങ്ങളെല്ലാവർക്കും ആചാര്യന്മാർക്ക് ഏറ്റവും നേടിയത്. അതുകൊണ്ട് ഏറ്റവും വലിയ ആചാര്യൻ ബ്രഹ്മദേവൻ തന്നെയാണ്. ഏതിലൂടെയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്? വേദങ്ങളിലൂടെയാണ്. തന്ത്രസമുച്ചയങ്ങൾ, തന്ത്രശാസ്ത്രത്തിലൂടെയാണ്. അവരിലൂടെ അവരെങ്ങനെയാണ് ആ ഈശ്വരനെ പ്രചരിപ്പിച്ചിരിക്കുന്നത്? വിരാട് രൂപത്തിലാണ്. ഈശ്വരനെ വിരാട് രൂപത്തിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് വേദങ്ങളിലൂടെ. അല്ലാതെ ചെറിയ ബിംബമായിട്ടുള്ള ഇന്ന നിലയിലുള്ള മറ്റുള്ള ദേവതകളെയൊന്നുമല്ല. ആ ശക്തിയെ വിരാട് രൂപം, അതിന് അന്തമില്ലാത്ത നിലയിലാണ് എന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ആചാര്യന്മാരെ നമസ്കരിച്ചുകൊണ്ട് പറയാമെന്ന് പറയുകയാണ്. ആചാര്യന്മാരെ നമസ്കരിച്ചുകൊണ്ട് പറയാം. ആ വിരാട് 5 ആ വിരാട് രൂപത്തിൽ 3 ലോകങ്ങളും കാണപ്പെടുന്നു. അപ്പം ആ വിരാട് രൂപത്തിൽ എന്തുണ്ട്? 3 ലോകങ്ങളുണ്ട്. അതിനെയും കവിച്ചു വെച്ചങ്ങ് പോയിരിക്കുകയാണ് വിരാട് രൂപം. ഇതിൽ ആ വിരാട് രൂപത്തിൽ പെട്ടതാണ് ഈ 3 ലോകങ്ങൾ. അപ്പം മറ്റേതങ്ങനെ അനന്തമായിട്ട് പോവുകയാണ്. 11 ഇന്ദ്രിയങ്ങളും 5 മഹാഭൂതങ്ങളും ഇവകളായ വിരാട് വിഗ്രഹം. ഇപ്പം വിരാട് രൂപം, വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിരാട് രൂപം. അതിനെന്തുണ്ട്? 11 ഇന്ദ്രിയങ്ങളും 5 മഹാഭൂതങ്ങളും. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ
മനുഷ്യർക്കെല്ലാം ഇന്ദ്രിയങ്ങളുണ്ട്. അവയെല്ലാം നിയന്ത്രിക്കുന്ന ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം ഉണ്ട്. ഇവകളായിട്ടാണ് ആ വിരാട രൂപത്തെ കാണേണ്ടത്. പ്രകൃതി, സൂത്രം, മനസ്സ്, അഹങ്കാരം, പഞ്ചതത്വങ്ങൾ എന്നീ തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണത്. അപ്പം ഈ വിരാട രൂപത്തിൽ ഈ നമ്മുടെ അഹങ്കാരം എല്ലാം കൊണ്ടാണ് ആ വിരാട രൂപത്തെ നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഇനി ഇതാണ് 6, 7, 8 പറയുകയാണ്, ഇങ്ങനെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ വിരാട് രൂപത്തിൻ്റെ ഭാഗമായിട്ട് വേണം. ഇതാണ് വിരാട് പുരുഷൻ്റെ രൂപം. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അടങ്ങി, 3 ലോകങ്ങളും അതെന്തിനെ കൊണ്ട് നിർമ്മിച്ചു അതെല്ലാം അടങ്ങിയതാണ് വിരാട രൂപം. അവിടെ അതിൽ ഈ വിരാട് രൂപത്തിൽ ഭൂമി പാദമാണ്. അത് നമ്മൾ പണ്ടേ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളെ പൂജിക്കുക എന്ന് പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന, അതായത് ശൂന്യമായ അങ്ങ് പ്രപഞ്ചം മാത്രമല്ല അതിൻ്റെ അപ്പുറവും കടന്നു കിടക്കുന്ന വിരാട് രൂപത്തിൽ ഭൂമി യഥാർത്ഥത്തിൽ ഈ 3 ലോകം എവിടെയുള്ളൂ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അറ്റത്തെ ഒരു പൊടിക്ക് സമാനമാണെന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പാദം കൊണ്ടാണ് ഭൂലോകത്തെ ചിത്രീകരിക്കുന്നത്. അപ്പം മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ പാദത്തെ ഭൂമി കൊണ്ടും ദ്വിലോകങ്ങളെയും ശിരസിനാലും ആകാശത്തെ നാഭിയാലും സൂര്യൻ 2 കണ്ണായിട്ടും വായു നാസികയായിട്ടും ദിക്കുകൾ 2 ചെവികളായിട്ടും പ്രജാപതി ആൺകുറി മൃത്യു അപാലനും കരങ്ങളെല്ലാം ലോകപാലകനും ചന്ദ്രൻ മനസ്സും യമൻ പുരുവങ്ങളായിട്ടും ലജ്ജ എന്നത് മേൽച്ചുണ്ടായിട്ടും ലോകം എന്നത് കീഴ്ച്ചുണ്ടായിട്ടും നിലാവ് എന്നത് ദന്തങ്ങളായിട്ടും ഭ്രമം എന്നത് പുഞ്ചിരിയായിട്ടും ചിരിക്കുന്നത് ഭ്രമം ആയിട്ട് ആ ദേവൻ്റെ ചിരി, വിരാട് രൂപത്തിൻ്റെ ചിരി. മരങ്ങളെല്ലാം രോമമായിട്ട്, അദ്ദേഹത്തിൻ്റെ രോമമായിട്ട് മരങ്ങളെയും മേഘങ്ങൾ കേശമായിട്ടും 9 ഈ ശരീരത്തിൽ ഏതെല്ലാം അളവിൽ അവയവങ്ങൾ അളക്കപ്പെട്ടുവോ, നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ഏതെല്ലാം അളവിലാണ് ഉള്ളത് നമുക്കറിയാം. തലക്കൊരളവുണ്ട്, കൈക്കൊരളവുണ്ട്. അല്ലാതെ തലേൻ്റെ നീട്ടം പോരാലോ കൈക്ക്. ഓരോന്നിനും ആവശ്യത്തിലുള്ള അളവ് കൊടുത്തിട്ടുണ്ട് അവയവങ്ങൾക്ക്. ആ തരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും അദ്ദേഹത്തിൻ്റെ അവയവങ്ങളായിട്ട് ബന്ധിപ്പിച്ചോളാം. അപ്പം മഹാപുരുഷൻ്റെ അവയവങ്ങളും ആ ആവശ്യാനുസരണം ഓരോ അവയവങ്ങളെയും സങ്കല്പിച്ചു കൊടുക്കുക. 10 ജനനമില്ലാത്ത പ്രഭു. പക്ഷേ മനുഷ്യന് ജനനമുണ്ട്, മരണമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ജനനവുമില്ല. ഈ വിരാട പുരുഷന് ജനനവും മരണവുമില്ല. ഇനി കൗസ്തുഭം എന്നതുകൊണ്ട് ജീവചൈതന്യമായിട്ട് കണ്ടുകൊടുക്കുക. ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവചൈതന്യം ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൗസ്തുഭം. ആ കൗസ്തുഭരത്നത്തിൻ്റെ പ്രഭയാണ് ശ്രീവത്സമായി മാറിടത്തിൽ ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രഭ, കൗസ്തുഭരത്നത്തിൻ്റെ പ്രഭ മാറിടം മുഴുവൻ ധരിച്ചിരിക്കുന്നു. ആ തരത്തിൽ കാണണം ശ്രീവത്സമായിട്ട്. 11 പല ഗുണങ്ങൾ നിറഞ്ഞ മായയാണ് വനമാല. വനമാലയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് മായയാണ്. പല പല പുഷ്പങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ വനമാല ഉണ്ടാക്കുക. അതുപോലെ മായ
പല രൂപത്തിലാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. മഞ്ഞ വസ്ത്രം എന്തുകൊണ്ടാണ് ആ വിരാട് പുരുഷന് കൽപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അത് വേദസ്വരൂപമാണ്. അപ്പം മഞ്ഞ വസ്ത്രം കൊണ്ട് വേദങ്ങളെ കൊണ്ടാണ് ആ ശ്രീഹരി മൂടപ്പെട്ട് കിടക്കുന്നത്. അത് ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ ആ ശ്രീഹരിയെ മനസ്സിലാക്കേണ്ടത്. 3 മാത്രകളോടുകൂടിയ പ്രണവമാണ് ബ്രഹ്മസൂത്രം. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് 3 മാത്രകളോടുകൂടിയ പ്രണവം. പ്രണവം എന്ന് പറഞ്ഞാൽ ശ്വാസം തന്നെയാണ്. അതിന് 3 മാത്രകളുണ്ട്. ആ ഊമാണെന്നൊന്നുണ്ട്, ആ ഊമ. ഈ ഒരു ശ്വാസം എടുക്കുന്നതിൻ്റെ ഉള്ളൊരു പ്രത്യേകത 3 തരത്തിലായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് പ്രണവം. അത് ബ്രഹ്മസൂത്രമായിട്ട് കാണണം. 12 സാഖ്യവും യോഗവും 2 മകരകുണ്ടലങ്ങളായിട്ട് കാണണം. മകരകുണ്ടലങ്ങളെ സാഖ്യവും യോഗവുമായിട്ട് കാണുക. ബ്രഹ്മലോകമാണ്. ബ്രഹ്മലോകവും അതിനെയെല്ലാം ഭരിക്കുന്നതായിട്ട് കിരീടത്തെ കാണണം. അപ്പം കിരീടം എന്നത് ബ്രഹ്മലോകവും എല്ലാം നിയന്ത്രിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കാണുക. 13 പറയുന്നു, അനന്തൻ എന്നത് അദ്ദേഹത്തിൻ്റെ ആസനം, ഇരിപ്പിടമായിട്ട് കാണുക. ധർമ്മത്തെ ജ്ഞാനമായും സത്വഗുണത്തോടുകൂടിയ ആസനമായും, അത് പത്മവുമാണ്. ഏത്? സത്വഗുണം ആസനവുമാണ്, പത്മവുമാണ്. ഇതിന് ഇതാണ് പൂജാവിധിയിൽ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ തരത്തിൽ നമ്മൾ പൂജിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭഗവാന്റെ അവയവങ്ങളെ എല്ലാം ഓരോ അവയവത്തെ പറഞ്ഞ, അപ്പം മഞ്ഞ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേദങ്ങൾ, ആ ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഓരോ അവയവത്തെ സമീപിക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വീക്ഷണകോണിൽ കൂടി നമ്മൾ ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. 14 ഗദ എന്നത് പറയുന്നത് പ്രാണതത്വമാണ്. ശംഖ് എന്നത്, അപ്പം ഗദ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രാണതത്വം. ശംഖ് കൊണ്ട് ജലതത്വം. സുദർശനം കൊണ്ട് തേജസ്. നീലാകാശം കൊണ്ട് വാള്. അപ്പം വാള് എന്ന് കാണുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പോകേണ്ടത് ഈ നീലാകാശമാണ്. തമോ ഗുണമാണ് പരീക്ഷ. അദ്ദേഹത്തിലുള്ള പരിചയം കാണുമ്പോൾ തമോ ഗുണമായിട്ട് അതിനെ കാണണം. കാലരൂപം, കാലമായിട്ടാണ് ആ ശ്രീഹരി, കാലത്തിലൂടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കാലരൂപത്തെ ശാഖം എന്ന വില്ലായിട്ട് കണ്ടുകൊള്ളുക. മായയാണ് അമ്പ്. അപ്പം അദ്ദേഹത്തിൻ്റെ മായ എന്ന് പറയുമ്പോൾ മായയിലൂടെയാണ് അമ്പ് പ്രയോഗിക്കുന്നത് നമ്മളെ സ്വാധീനിക്കാൻ. ഇനി 16 ബാണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. അദ്ദേഹത്തിൻ്റെ പല ബാണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ഇന്ദ്രിയങ്ങളായിട്ട് കാണണം. മനസ്സ് തേരായിട്ട്, മനസ്സാണ് തേര്. അപ്പം അദ്ദേഹത്തിൻ്റെ തേര് എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പഞ്ചതന്മാത്രകൾ രഥത്തിൻ്റെ രൂപമാണ്. രഥം സഞ്ചരിക്കുന്ന ഭൗതിക ലോകത്തിലൂടെയാണ്. അപ്പം ഭൗതികത്തിലുള്ള എല്ലാം പഞ്ചതന്മാത്രകളെ കൊണ്ട് നിർമ്മിച്ചിട്ടാണ് ആ രഥത്തിലാണ് സഞ്ചരിക്കുന്നത്. അഭയം നൽകുന്നതിനാണ് അഭയം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. വരദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരദാനം നൽകുന്ന ആ പ്രവൃത്തിയെയാണ് ഉദ്ദേശിക്കുന്നത്.
ദേവനെ പൂജിക്കുന്ന സ്ഥലം 17 സൂര്യമണ്ഡലമായിട്ട് കാണുക. യഥാർത്ഥത്തിൽ നമ്മൾ ദേവനെ പൂജിക്കുന്ന എവിടെ പൂജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനിൽ പോകേണ്ട കാര്യമുള്ളൂ, അല്ലാതെ 49 മരുത്തുക്കളുള്ള വലിയ ലോകത്തെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സൂര്യൻ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ ദേവനെ പൂജിക്കുന്ന സ്ഥലം സൂര്യമണ്ഡലമായിട്ട് കാണണം. എവിടെയാണോ ദേവനെ പൂജിക്കുന്നത് അത് സൂര്യമണ്ഡലമായിട്ട് കാണുക. ആചാര്യൻ ചെയ്യുന്ന മന്ത്രദീക്ഷ എന്നത് ആചാര്യന്മാരാണല്ലോ പൂജ ചെയ്യുക. ആ മന്ത്രദീക്ഷ എന്നത് ദേവനെ പൂജിക്കാനുള്ള യോഗ്യതയായിട്ട് കാണണം. കാരണം ദേവനെ പൂജിക്കാനുള്ള ആൾക്ക് ചില യോഗ്യതകളുണ്ട്. അതാണ് ആചാര്യനിലൂടെ ദർശിക്കേണ്ടത്. നമുക്കും ആചാര്യനാകാം. എങ്ങനെ? അതിനുള്ള യോഗ്യത നേടിയാൽ. ഭഗവാന് ചെയ്യുന്ന പൂജ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്തെങ്കിലും നേടാനല്ല, നമ്മുടെ പാപനാശത്തിന് വേണ്ടിയിട്ട്. ഭഗവാന് ചെയ്യുന്ന പൂജ കൊണ്ടുദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നശിക്കാൻ വേണ്ടിയാണ്. 18 ഭഗവാൻ ജ്ഞാനരൂപമായ ഭഗവാൻ എന്താണ്? ജ്ഞാനമാണ്. ആ രൂപം ലീലാകമലത്തെ ധരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനമാണ് ലീലാകമലത്തെ ധരിക്കുന്നത്. ധർമ്മത്തെ വെൺചാമരം ധരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വെൺചാമരം കൊണ്ട് ധർമ്മത്തെ ധരിക്കണം, മനസ്സിലാക്കണം. യശസ്സിനെ വിശറിയായിട്ടും ധരിക്കുക. അതേ എല്ലാ യശസ്സുകളുടെയും കേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ അത് ഏതിലൂടെ കാണണം? അദ്ദേഹത്തിൻ്റെ വിശറിയിലൂടെ കാണണം. 19 വൈകുണ്ഠം കുടയായിട്ടും കൈവല്യം വീടായിട്ടും ഭവിക്കുന്നു. ഗരുഡ രൂപമായിട്ട് കാണേണ്ടത് ഋഗ്വേദ, യജുർവേദ, സാമവേദങ്ങൾ. അതാണ് യജ്ഞപുരുഷനെ വഹിക്കുന്നത്. അതിനൊരു ഗരുഡ വാഹനമുണ്ട്. അത് ഋഗ്വേദ, യജുർവേദ, സാമവേദം. ഇപ്പം ഗരുഡനാണ് അദ്ദേഹത്തെ വഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്. സയൻസിലൂടെയാണ് സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നത്. സൃഷ്ടി നടന്നിരിക്കുന്നത് ഋഗ്വേദ, സാമവേദത്തിലൂടെ, സയൻസിലൂടെയാണ്. ആ സമ്പൂർണ്ണ സയൻസ് എന്ന ഗ്രന്ഥമാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം. ആ ജ്ഞാനത്തിലൂടെയാണ് ഈ ശ്രീഹരി ഈ പ്രപഞ്ചരൂപത്തിലേക്ക് വന്ന് വ്യാപിച്ചത്. ഇതെല്ലാം ഏകാന്തതയിൽ ഇരുന്നിട്ട് ചിന്തിക്കുക. ശ്രീദേവി ശ്രീഹരിയുടെ എന്നും വിട്ടുപോകാതെ ഭാഗം. എപ്പോഴും ദ്വയമായിട്ട് കാണുമ്പോൾ അവിടെ ശ്രീഹരി ഉണ്ടെങ്കിൽ ശ്രീദേവിയും ഉണ്ട്. അതൊരിക്കലും വിട്ടുപോകില്ല. എപ്പോഴും ദ്വയമായിട്ടാണുള്ളത്. അതുകൊണ്ട് ശ്രീഹരി ഉണ്ടെങ്കിൽ കൂടെ വിട്ടുപോകാത്ത ശ്രീദേവിയെയും ദർശിക്കണം. 20 പാർശ്വതന്മാരെല്ലാം കൊള്ളണം. അപ്പം അദ്ദേഹത്തിന് സേവ ചെയ്യുന്ന പാർശ്വതന്മാരുണ്ട്. അതിൻ്റെ അധിപനായിട്ട് വിശ്വക്സേനനെ കണ്ടുകൊടുക്കുക. അതായത് അദ്ദേഹത്തിന് സേവ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിനെ സേവ ഇപ്പോൾ ഇന്ദ്രനെല്ലാം സേവ ചെയ്യുന്നവരാണ്. അല്ലാതെ വിഷ്ണു നേരിട്ട് വന്നിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അല്ലാതെ ശ്രീഹരി തന്നെ 3 ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരങ്ങനെ സ്പ്ലിറ്റായിട്ടാണ് പലരുമാണ് വിഷ്ണുവിന് വേണ്ടി സേവ ചെയ്യുന്നത്. നമ്മളും വിഷ്ണുവിന് വേണ്ടി സേവ ചെയ്യുകയാണ്. എന്ത് സേവയാണ് ചെയ്യുന്നത്? നമ്മുടെ ജോലി അദ്ദേഹത്തിനായിട്ട് ചെയ്തു കൊടുക്കുക. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഇങ്ങേരാണെന്ന് പറയുകയാണ്.
അണിമാതി 8 ഗുണങ്ങൾ നന്ദൻ മുതലായ ദ്വാരപാലകരാണ്. എല്ലാ അണിമാതി വരുന്ന 8 ഗുണങ്ങളെല്ലാം 8 ദ്വാരപാലകരായിട്ട്, നന്ദൻ മുതലായ ദ്വാരപാലകരായിട്ട് കാണുക. ഇപ്പോൾ ആറ്റത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 8 ദിക്കിലാണ് 8 ഇലക്ട്രോൺ ഉള്ളത്. ഒക്ടട്രോൺ, അഷ്ടദിക്പാലകർ. ആ ഇലക്ട്രോണുകളുടെ സ്വഭാവം അനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ വേണമെന്നുള്ള ഒരു നിബന്ധന വെച്ചത് കൊണ്ടാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് പലതരത്തിൽ കൂടിച്ചേർന്നിട്ട് പല വസ്തുക്കളായി തീർന്നിട്ട് പ്രപഞ്ചമായി മാറിയത്. അതുകൊണ്ട് എല്ലാ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യത്തിനും, ഈ കാണുന്ന ഭൗതിക ഐശ്വര്യത്തിനും കാരണം ആറ്റത്തിൻ്റെ ഈ 8 അഷ്ടദിക്പാലകരിലൂടെയാണ്. 21 പരമാത്മാവ് ഒരുത്തൻ തന്നെയാണ്. അവൻ തന്നെയാണ്, പരമാത്മാവ് ഒന്നേ ഉള്ളൂ. അവനെ തന്നെയായിട്ട് കാണണം. ആരെയെല്ലാം? വാസുദേവൻ, സംഘർഷണമൂർത്തി, പ്രത്യുഘ്നൻ, അനിരുദ്ധൻ. ഇതിൻ്റെ ഒരു കൂട്ടമായിട്ടും സമൂഹമായിട്ടും വേണമെങ്കിൽ ശ്രീഹരിയെ കാണാം. ഇവരെല്ലാം അത് തന്നെ, നമ്മളും അത് തന്നെ. ഭഗവാൻ തന്നെ മനസ്സിലൂടെ വെളിയിലുള്ള വിഷയങ്ങളുമായും അജ്ഞാനമാകുന്ന സംസാരത്തെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യാവസ്ഥ എന്ന രൂപത്തിൽ പലതായി തീർന്നിട്ട് നമ്മിലൂടെ പ്രവർത്തിക്കുന്നതും അദ്ദേഹം തന്നെ. ഭഗവാൻ തന്നെയാണ് ജാഗ്രതം, സ്വപ്നം, സുഷുപ്തി എന്ന ഈ അവസ്ഥകളിലെല്ലാമായിട്ട് നമ്മളിലൂടെ മാറിയിട്ട് നമ്മളുടെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലുകൊണ്ട് വെളിയിലുള്ള വിഷയങ്ങളുമായും ആന്തരികമായ അജ്ഞാനമായും എല്ലാം മിങ്കിൾ ചെയ്തുകൊണ്ട് അത് സംസാരത്തെ സൃഷ്ടിക്കുന്നു. ആ സംസാരത്തെ തന്നെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യാവസ്ഥ എന്നീ 4 അവസ്ഥകളായി തീർത്തുകൊണ്ട് നമ്മളായിട്ട് ആക്ട് ചെയ്യും. അപ്പം 23 പറയാണ്, അതുകൊണ്ട് പാദം മുതലുള്ള അംഗങ്ങളോടുകൂടി, ഗരുഡൻ മുതലായ ഉപാംഗങ്ങളോടുകൂടി, സുദർശൻ മുതലായ ആയുധങ്ങളോടുകൂടി, കൗസ്തുഭം മുതലായ ആഭരണങ്ങളോടുകൂടി കൂടിയ ആ സർവേശ്വരനായ ശ്രീഹരി. ശ്രീഹരി എന്ന് പറയുന്നത് എന്താണ്? പാദം മുതലുള്ള അംഗങ്ങളോടുകൂടി, ഗരുഡൻ മുതലായ ഉപാംഗങ്ങളോടുകൂടി, സുദർശൻ മുതലായ ആയുധങ്ങളോടുകൂടി, കൗസ്തുഭം മുതലായ ആഭരണങ്ങളോടുകൂടി, വാസുദേവൻ, സംഘർഷൻ, പ്രത്യുഘ്നൻ, അനിരുദ്ധൻ എന്നീ 4 മൂർത്തികളോടുകൂടി, ഇതെല്ലാം കൂടിയതാണ് വിരാട രൂപം. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുര്യൻ ഈ രൂപത്തെ ധരിക്കുന്നു. അതെല്ലാം നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞാണ്. എല്ലാം ഈശ്വരൻ തന്നെ. ഈ പറഞ്ഞ എല്ലാം തന്നെ ഇങ്ങനെ പലതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാറ്റും എന്ത് തന്നെയായിട്ട് കാണണം? ഈശ്വരനായിട്ട് കാണണം. 24 വേദങ്ങൾക്ക് കാരണവും സ്വപ്രകാശവാനും സകലയിടവും നിറഞ്ഞിരിക്കുന്ന മഹിമ, അവൻ ഒറ്റയൊരുത്തനാണ് മായയാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പം വേദമെന്ന സയൻസിന് കാരണം അതിലൂടെയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. പ്രകാശവാനാണ്. അത് നിർഗുണമായ ബ്രഹ്മം ഒരിക്കൽ പ്രകാശിച്ചിട്ടാണ് ഊർജമായി മാറിയത്. ആ ഊർജത്തിലൂടെയാണ് ദ്രവ്യമായത്.
അതിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അവനെന്നിട്ട് സകലയിടവും നിറഞ്ഞു നിൽക്കുന്ന മഹിമയായി എല്ലാം അവൻ ഒരുത്തൻ തന്നെയാണ്. ഏതിലൂടെ? മായയാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എല്ലാവരെയും ഞാനെന്ന ഒരു ചിന്തയുണ്ടാക്കിക്കൊണ്ട്, അഹങ്കാരമുണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ പ്രളയ സമയത്ത് നശിപ്പിക്കുന്നു. അങ്ങനെ ബ്രഹ്മ, രുദ്ര, വിഷ്ണു എന്നീ നിലയിൽ മറക്കപ്പെടാതെ, അതായത് നമ്മൾ ഭൗതിക ലോകത്തിൽ പ്രകടമാകുന്ന തരത്തിൽ അത് ആദ്യം എന്തായിത്തീർന്നു? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന രൂപത്തിൽ, രുദ്രൻ എന്ന രൂപത്തിൽ ഭൗതികമായ നിലയിൽ, അത് വേണമെങ്കിൽ വിഷ്വൽ എന്ന നിലയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ഇതെല്ലാം ഫലങ്ങളാണ്. ഫലങ്ങളെ കാണാൻ പറ്റില്ല, എന്നാലും നമുക്ക് സയൻസിലൂടെ നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇരുന്നിട്ട് കൂടി ശാസ്ത്രപ്രകാരം പലതായി പറയപ്പെടുന്നു. അപ്പം ഇതെല്ലാം അവൻ തന്നെയാണെങ്കിലും ശാസ്ത്രത്തിൻ്റെ ആധുനിക ശാസ്ത്രം, ആ സയൻസ് അപരാ സയൻസ്, അപരാ സയൻസിൽ വരുമ്പോൾ ഇതെല്ലാം പലതായിട്ട് പറയപ്പെടുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എല്ലാം അത് തന്നെയാണ് മാറിയതെങ്കിലും ആധുനിക സയൻസ്, അതായത് മോഡേൺ സയൻസ് അല്ലെങ്കിൽ അപരാ സയൻസ്, അപരാ സയൻസിൽ ഇതെല്ലാം പലതായിട്ട് പറയപ്പെടുന്നു. കാരണം ജീവാത്മാവ് ഇവയിൽ ലയിച്ചിരിക്കുന്നു. കാരണം നമ്മളിൽ തന്നെ, അപ്പോൾ ഉള്ളിലൊരു നിർഗുണമായ പരമാത്മാവുണ്ട്. അത് മായയാൽ ജീവാത്മാവെന്ന ഞാനായിട്ട് മാറുന്നു. ഈ ജീവാത്മാവായ ഞാനിലാണ് ഞാനെന്ന അഹങ്കാരമുള്ളത്. ആ ഞാനുള്ളത് കൊണ്ടാണ് നീയും ഈ കാണുന്ന വസ്തുക്കളെല്ലാം പലതായിട്ട് നമുക്ക് തോന്നുന്നത്. വിഷ്ണു എല്ലാം വേറെ, ശിവൻ വേറെ, ബ്രഹ്മാവ് വേറെ എന്നെല്ലാം തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ ഞാനെന്ന അഹങ്കാരമാണ്. ആ അഹങ്കാരമില്ലെങ്കിൽ ഞാനും ബ്രഹ്മവും ശിവനും എല്ലാം ഒന്ന് തന്നെ, ഒരേ കാറ്റഗറി തന്നെ. ഇവിടെ ഭൗതിക ലോകത്തിൽ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ആര്? ശ്രീഹരി. ഇനി 25 അർജുനൻ സഖാവാണ്, വൃഷ്ണികളിൽ ഉത്തമനാണ്, ഭൂമിക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി മുളച്ചു വരുന്ന ആ മുളക്ക് അഗ്നിയാണ്. ഭൂമിക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും മുളച്ചു വരിക അധർമ്മങ്ങൾ അല്ലെ അസുരന്മാർ മുളച്ചു വരുമ്പോൾ അതിന് ആ ശക്തി എന്താണ്? അഗ്നിയാണ്. സമയത്തുമ്പം ആ മുളയെ കരിച്ചു കളയും. പശുക്കളെ എല്ലാം സൃഷ്ടിക്കുന്നതിനെ കാണുവാൻ ഇടവരുത്തിയത് ഗോപശ്രീകളും നന്ദനും മുലാവ് പാടിപ്പുകഴ്ത്തുന്നവൻ ശ്രവണം. അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുന്ന ഉടനെ തന്നെ മംഗളപ്രദൻ. അങ്ങനെയുള്ള കൃഷ്ണൻ നമ്മളെ രക്ഷിക്കട്ടെ. അപ്പോൾ നിർഗുണമായ ബ്രഹ്മം, പരമാത്മാവ് മായയിലൂടെ ഇതെല്ലാമായിട്ട് തീർന്നിട്ട് നമ്മളെല്ലാം ഉള്ളിലുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം പരിപാലിക്കുന്ന ആ കൃഷ്ണൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 26 പറയുന്നു. രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ മനസ്സിലയിപ്പിച്ച് ഈ പുരുഷ ലക്ഷണത്തെ ജപിച്ച്, ഈ രൂപത്തിലാണ് ആ വിരാട പുരുഷനെ നമ്മൾ കാണേണ്ടത്. ദിവസവും രാവിലെ എണീച്ച് ഭഗവാനെ തന്നെ മനസ്സിലർപ്പിച്ചുകൊണ്ട് ഈ മഹാപുരുഷൻ്റെ, ഈ വിരാട രൂപത്തിൻ്റെ ലക്ഷണങ്ങളെ ഹൃദയത്തിൽ
ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ ബ്രഹ്മത്തെ അറിയുന്നു. അപ്പം ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വിരാട് രൂപം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിർഗുണമായ ബ്രഹ്മമാണ്. മായയിലൂടെ പലതായി തോന്നുന്ന തരത്തിൽ നമ്മിൽ ഒരു ജീവാത്മാവെന്നൊരു ചിന്തയുണ്ടാക്കിക്കൊണ്ട് ഈ പലതായി തോന്നിക്കൊണ്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. ഈ സത്യം, ആ ബ്രഹ്മത്തെ രാവിലെ എണീച്ചിട്ട് ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാകും. അല്ലാതെ ടെലസ്കോപ്പോ മൈക്രോസ്കോപ്പോ വെച്ചുകൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി 27-28 ഇനി 27-28 ശൗനകൻ ചോദിക്കുകയാണ്, സൂര്യൻ, ഋഷികൾ, ഗന്ധർവന്മാർ, പിന്നെ അപ്സരസ്സുകൾ, നാഗന്മാർ, ഗ്രാമാണിമാർ, രാക്ഷസന്മാർ, ദേവന്മാർ, ഇങ്ങനെയുള്ള 7 പേർ ഓരോ മാസവും പലവിധമായിരിക്കുന്നു. ഇവരെല്ലാം ഓരോ മാസത്തിൽ ഓരോ രൂപത്തിലാണ് ഉള്ളത്. എല്ലാ മാസത്തിലും എല്ലാവരും ഋഷികളെല്ലാം ഒരേപോലെയല്ല. ഇതെല്ലാം അങ്ങ് പരീക്ഷത്തിന് ഉപദേശിച്ചിട്ടുണ്ട്. അവയെ നമുക്ക് ഉപദേശിക്കുക. അപ്പം അത് പറയുന്നതിനെക്കാട്ടി മുമ്പിൽ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഒന്ന് നോക്കാം. ഇതുവരെ പറഞ്ഞത് നിർഗുണമായ ബ്രഹ്മം അതുതന്നെയാണ് പലതായിട്ട് നമ്മളെല്ലാമായിട്ട് തീർന്നത്. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം ഇങ്ങനെ പല രൂപത്തിൽ ആയിത്തീർന്നു. ഇനി ഇവയെല്ലാം ഏകോപിപ്പിച്ചൊരു കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സൂര്യൻ, ഋഷികൾ, ഗന്ധർവന്മാർ ഇവരെയെല്ലാം 12 കാലങ്ങളായി തിരിച്ചിട്ട് 12 തരത്തിലായിട്ട് വിഭജിച്ചിട്ടാണ് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം സൂര്യൻ തന്നെ 12ആയി തിരിയുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് സൂര്യൻ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യൻ ഒന്നേ ഉള്ളൂ എങ്കിലും 12 മാസങ്ങളിലെ സൂര്യൻ 12 തരം സൂര്യനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരേ ബ്രഹ്മം പല ജീവജാലങ്ങളായിട്ട് പട്ടിയും പൂച്ചയും ദേവന്മാരും അസുരന്മാരെല്ലാം തീർന്നത് പോലെ ഈ സൂര്യൻ തന്നെ 12ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. 12 തരം സൂര്യനായിട്ടാണ് കർമ്മം ചെയ്യുമ്പോൾ തന്ത്രസമുച്ചയത്തിൽ സൂര്യൻ 12ആണ്. കാരണം മേഘടത്തിലെ സൂര്യനല്ല തണുപ്പ് കാലത്തെ സൂര്യൻ. മേഘത്തിലെ സൂര്യനിൽ നമ്മളിങ്ങനെ ചൂട് കൊണ്ട് സഹിച്ചൂടാന്ന് പറയുമ്പം തണുപ്പ് കാലത്ത് നമ്മൾ അയ്യോ എന്തൊരു തണുപ്പ് ഈ സൂര്യൻ എന്ന് പറയും. എല്ലാ സൂര്യനെയും 12ആയി തിരിച്ചത് കൊണ്ടാണ് രാശിചക്രം. അപ്പം ജ്യോതിഷത്തിലൂടെയാണ് ഇനി കാലത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നത്. അപ്പം സൂര്യനെ 12ആയി തിരിച്ചു, ഋഷികളെ 12ആയി തിരിച്ചു, ഗന്ധർവന്മാരെ 12ആയി തിരിച്ചു, അപ്സരസ്സുകളെ 12ആയി തിരിച്ചു, നാഗന്മാരെ 12ആയി തിരിച്ചു, രാക്ഷസന്മാരെ 12ആയി തിരിച്ചു, ദേവന്മാരെ 12ആയി തിരിച്ചു. അങ്ങനെ 7നെയും 12ആയി തിരിച്ചുകൊണ്ട് പരീക്ഷത്തിന് ഉപദേശിച്ച ആ തത്വം നമുക്കും ഉപദേശിക്കും. അപ്പോൾ 29 സുതൻ പറയുകയാണ്, എല്ലാവരുടെയും അന്തരാമിയായിരിക്കുന്ന ഭഗവാൻ. അപ്പം ഈ ശ്രീഹരി എല്ലാമായി തീർന്നിട്ട് അവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് മായാരൂപത്തിൽ നിർമ്മിച്ച സൂര്യൻ, എന്നിട്ടൊരു സൂര്യനെ മായാരൂപത്തിൽ അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ട് ലോകയാത്രയെ നിർവഹിക്കുന്നതിനായി ലോകത്തിൽ സഞ്ചരിക്കുന്നു.
അപ്പം സൂര്യൻ ലോകത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് മായാരൂപത്തിൽ നിർമ്മിച്ച ആ സൂര്യനും ശ്രീഹരി തന്നെയാണ്. എന്നിട്ട് അതാണ് ലോകത്തിലെ കാര്യങ്ങൾ നോക്കി നടക്കുന്നത്. സമയവുമായി ബന്ധിപ്പിച്ചിട്ടാണ് ലോകത്തിലെ കാര്യങ്ങളെ സൂര്യനോട് പറഞ്ഞിരിക്കുകയാണ് നോക്കി നടക്കണം. ഞാൻ എങ്ങനെയൊരു ലോകമാണോ ഹൃദൈവം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിൻ്റെ അവസാനം ഉണ്ടാക്കാൻ പോകുന്നത്, അത് പടിപടിയായി നീ നോക്കി നടന്നു. അപ്പം ക്ലോക്ക് വൈസ് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോഴും സമയം വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. സമയം അനുസരിച്ചാണ് പ്ലാൻ. ഒരു വീട് നിർമ്മിക്കുമ്പോൾ മേസ്ത്രിയോട് ചോദിച്ചാൽ കഴിയും, മേസ്ത്രി നമ്മളെല്ലാ സാധനവും എനിക്ക് ഇപ്പം തന്നെ തരാം, എത്ര സമയം കൊണ്ട് വീട് നിർമ്മിക്കും? മേസ്ത്രി പറയും ഒരു 4, 5, 6 അതൊന്നും കുറക്കാനൊന്നും പറ്റില്ല. കാരണം സിമെൻ്റെല്ലാം ഉറക്കാനൊരു സമയമുണ്ട്. ആ സമയം എത്തുമ്പോഴേ മേസ്ത്രി അത് പൊളിക്കുകയുള്ളൂ. അതല്ല ആരും തീരുമാനിച്ചതാണ്? കാലം തീരുമാനിച്ചതാണ്. സിമെൻ്റ് എത്ര സമയം കൊണ്ട് ഉറക്കണമെന്ന് കാലം തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികൾ എത്ര സമയം കൊണ്ട് നടക്കണമെന്ന് കാലം ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. കുട്ടികൾ എത്ര സമയം കൊണ്ട് മുട്ടുകുത്തണമെന്ന് കാലം തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാലം തീരുമാനിച്ച് വെച്ചിട്ടുള്ളൂ. അതെല്ലാം ഏതിലൊക്കെയാണ്? കാലമേതുമായിട്ടാണ് ബന്ധപ്പെട്ട? സൂര്യനുമായിട്ട്. അപ്പോൾ സൂര്യനോട് പറഞ്ഞു, നീ ലോകക്രിയകൾ നടത്തുവാനായിക്കൊണ്ട് ലോകത്തിൽ സഞ്ചരിക്കണം സൂര്യൻ. എന്നിട്ട് 30 അന്തരാമ്യായിരിക്കുന്ന ശ്രീഹരി തന്നെ സൂര്യൻ. ആ സൂര്യനും ശ്രീഹരി തന്നെയാണ്. അപ്പം ശ്രീഹരി എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ നോക്കി നടക്കുന്നത്? സൂര്യൻ തന്നെ ശ്രീഹരിയായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ലോകകാര്യങ്ങൾ അതിൻ്റെ ചലനവും അനുസരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മം ശ്രീഹരിയായി വന്നു, എല്ലാ വസ്തുവായിട്ട് തീർന്നു. എല്ലാ വസ്തുവിൻ്റെ ഉള്ളിലും ആശാനിരിക്കുന്നുണ്ട്. സൂര്യനെ സൃഷ്ടിച്ച് സൂര്യൻ്റെ ഉള്ളിലും ആശാനിക്കുന്നുകൊണ്ട് സൂര്യൻ കറങ്ങുന്നതനുസരിച്ച് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നയിച്ചു കൊണ്ടുപോവുകയാണ്. വേദോക്തമായ വിഷയങ്ങൾ ലോകക്രിയക്കായി ഋഷികൾ പല വിധത്തിൽ പറഞ്ഞു. അങ്ങനെ ഋഷികളെ സൃഷ്ടിച്ചിട്ട് അവർ സയൻസ്, വേദങ്ങളെ ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങളെ ഇതിനനുസരിച്ചാണ് കർമ്മം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മോളെ പിടിച്ചിട്ട് മോളെ നാളെ മുതൽ നീ ചോറുണ്ടാക്കണം കേട്ടാ എന്ന് പറഞ്ഞു വിട്ടാൽ അവൾ എനിക്ക് ചോറുണ്ടാക്കാനെന്ന് അറിയില്ല. എന്നാ പിടിച്ചോ സയൻസ്. അതുപോലെ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് അവരെല്ലാം എങ്ങനെ കർമ്മം ചെയ്തിട്ട് സയൻസ് വേണമല്ലോ. ആ സയൻസ് ഋഷികളെ സൃഷ്ടിച്ചിട്ട് ഋഷികളിലൂടെ പറഞ്ഞു വിട്ടു. അപ്പം ഋഷികളാണ് വേദങ്ങളിലൂടെ വന്നിരിക്കുന്നത്. കാരണം എല്ലാ ജ്ഞാനവും ഋഷികളിലൂടെ ഋഷികൾ വേദങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും ശ്രീഹരി തന്നെയാണ്. ഋഷികളും ശ്രീഹരി തന്നെയാണ്. പിന്നെ നമ്മളത് തലക്കടിയിൽ തലങ്ങണമാരി ഉപയോഗിച്ചിട്ട് ഉരുവിട്ടുകൊണ്ടാക്കിയിട്ട് തലേൻ്റെ അടിയിൽ വെച്ച് ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അത് നമ്മളെ കുഴപ്പം. പിന്നെ ആൾക്കാർ വിദേശികൾ പാടുകെട്ട് ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്തി. വേദത്തിലുള്ള കാര്യങ്ങൾ അവർ ഗവേഷണം നടത്തി കണ്ടെത്തി. നമ്മൾ തലക്കടിയിലും വെച്ചിട്ട് കിടന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. ആ ഋഷികളെ എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ എന്താണ് ചെയ്തത്? അപ്പോൾ സൂര്യൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം. 31 ശ്രീഹരി പ്രഭാതകാലം, സായം സ്ഥലം, അനുഷ്ഠാനം, ഉപകരണം, പിന്നെയോ യാഗങ്ങൾ, മന്ത്രങ്ങൾ, ദ്രവ്യങ്ങൾ, സ്വർഗം എന്നീ ഫലങ്ങളെ 9 തിരിച്ചിട്ട് അതിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള യജ്ഞങ്ങളെല്ലാം നടത്തുന്നത്.
എന്നിട്ട് മാസങ്ങളെ എന്താക്കി അദ്ദേഹം 12 ഗണങ്ങളായി തിരിച്ചു. കാലബിംബമായ ഭഗവാൻ 32 കാലസ്വരൂപിയായ ഭഗവാൻ, കാലമായിട്ട് വന്നതും ആ ശ്രീഹരി തന്നെയാണ്. ഈ കാലം എങ്ങനെയാണുള്ളത് ഉണ്ടായത്? സൂര്യൻ്റെ ചുറ്റലിനനുസരിച്ചാണ് കാലമുണ്ടായത്. മേടം ഇടവം എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ, അതെല്ലാം സൂര്യൻ്റെ ചുറ്റുന്നതനുസരിച്ചാണ്. അപ്പം കാലമായി വന്ന ഭഗവാൻ എന്ത് ചെയ്തു? ചൈത്രം മുതലായ 12 മാസങ്ങളാൽ ലോകയാത്ര നടത്തുന്നു. ഈ സൂര്യനിലൂടെ കാലമാകുന്ന ഭഗവാൻ ഈ സൂര്യൻ്റെ കൂടെ 12 മാസങ്ങളായിക്കൊണ്ട് ചുറ്റുന്നു. എന്തുകൊണ്ടാണ് ഈ 12 മാസങ്ങൾ ഉണ്ടായത്? സൂര്യന് ചുറ്റും ഭൂമി ചുറ്റുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലായതുകൊണ്ടാണ്. വട്ടത്തിലായിരുന്നു ചുറ്റിയിരുന്നെങ്കിൽ എപ്പോഴും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഒന്നാകുമായിരുന്നു, ഒരൊറ്റ കാലമേ ഉണ്ടാവുമായിരുന്നു. അപ്പം അദ്ദേഹം ആദ്യം ചെയ്തത് ഇതിനെ 12 മാസങ്ങളായി തിരിച്ചു. വ്യത്യസ്തമായ 12 സൂര്യന്മാരാക്കി മാറ്റിയിട്ടാണ് ചുറ്റുന്നത്. അതുകൊണ്ടാണ് 12 മാസങ്ങൾ ഉണ്ടായത്. അപ്പം സൂര്യൻ 12ആയി. അതിനാണ് ചൈത്രമാസം തുടങ്ങിയിട്ട് പറയുന്നത്. 33 ഇനി 12 മാസങ്ങളിൽ അപ്പം അത് മാസമാകുമ്പോൾ ഋഷികളും ഓരോ മാസത്തിലും 12 ആകും. അസുരന്മാരും 12 തരത്തിലാകും. മേടത്തിലുള്ള അസുരനല്ല, ഇടവമാസത്തിലുള്ള അസുരൻ. മേടത്തിലെ അസുരന്മാർക്കുള്ള സ്വഭാവമല്ല ഇടവമാസത്തിലുള്ള അസുരന്മാർക്കുള്ള സ്വഭാവം. മിഥുനത്തിലെ അസുരന്മാർക്ക് വേറെ സ്വഭാവമാണ്. അതുമാതിരി ദേവന്മാർക്ക് സ്വഭാവം വ്യത്യാസമാണ്. മേടത്തിലുള്ള ദേവൻ്റെ സ്വഭാവമല്ല ഇടവത്തിലുള്ള ദേവൻ്റെ സ്വഭാവം. അതുപോലെ നമ്മുടെ സ്വഭാവം മേടത്തിലുള്ള നമ്മളെ സ്വഭാവമല്ല ഇടവത്തിലുള്ള നമ്മളെ സ്വഭാവം. ഇങ്ങനെ ഓരോ മാസവും വ്യത്യാസം. അങ്ങനെ നമ്മളറിയാതെ നമ്മളെ തന്നെ 12ആയി തിരിച്ചിട്ടുണ്ട്. മേടത്തിലുള്ള പ്രമോദമല്ല ഇടവത്തിലുള്ള പ്രമോദം, ഇടവത്തിലുള്ള പ്രമോദമല്ല മിഥുനമാസത്തിലുള്ള പ്രമോദം. അത് ചിലവർക്കും കാണാം. ചിലവർക്ക് ചില മാസം വരുമ്പോൾ നല്ലോണം തടിച്ച് നല്ല ആ കൊള്ളാം, ഇപ്പം കൊള്ളാന്ന് പറയും. ചില മാസം എന്താണ് നീ ഇങ്ങനെ വാടിയിരിക്കുന്ന ഒരു മതി ചുപ്പിച്ചുളിച്ചിരിക്കുന്നത്? ഓ, അത് തണുപ്പാണ്, എനിക്ക് ഈ തണുപ്പ് തീരെ പിടിക്കില്ല, അപ്പം എനിക്ക് അലർജി, തുമ്മൽ വരും, ഞാൻ ആകെ ഒരു വല്ലാതെ അവസ്ഥയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെയും 12 തരത്തിലായിട്ട് തിരിച്ചിട്ട് സൂര്യൻ 12 ആക്കിയ പോലെ ദേവന്മാരി, അസുരന്മാരി, അപ്സര സ്ത്രീകളിലെല്ലാം അതല്ലേ. ചിങ്ങമാസത്തിലെ കന്നിമാസത്തിലെ പട്ടികൾക്കൊരു പ്രത്യേക സ്വഭാവം കണ്ടിട്ടില്ലേ? പട്ടി തന്നെയല്ലേ 12 മാസം. പക്ഷേ കന്നിമാസത്തിലാകുമ്പോൾ എന്താ ഇങ്ങനെയായി പോകുന്ന കൊന്ന എന്താണ് എല്ലാം മരം പോലെ തന്നെ. പിന്നെ കൊന്നക്ക് ഈ കന്നിമാസം എത്തുമ്പോൾ ഇങ്ങനെ പൂക്കുന്ന എന്താണ്? കന്നിയിലെ കൊന്നയാണോ മേടമാസത്തിലുള്ള കൊന്ന? അല്ല, മേടമാസത്തിലെ കൊന്ന. കന്നിയിലെ പട്ടി. മേടത്തിൽ വിഷുവിലേക്ക് കിടക്കുമ്പോൾ കൊന്ന പൂക്കുമല്ലോ. കന്നിയിലെ കൊന്ന എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉള്ള കൊന്ന എങ്ങനെയാണെന്ന് പുറത്തിറങ്ങി നോക്കിയ കൊന്നയുണ്ടെങ്കിൽ. കുംഭമാസത്തിലെ തെങ്ങിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയ. ഓരോ മാസത്തിലും വ്യത്യസ്തമാക്കിയാണ്. ഓരോന്നിനെയും 12ആയി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം സൂര്യൻ 12ആയിപ്പോയി. സൂര്യൻ 12 ആകുമ്പോൾ വിഷ്ണുവാണ് 12ആക്കി മാറ്റിയത്. ഒരൊറ്റ ബ്രഹ്മം ഇങ്ങനെ പലതായി മാറി. പിന്നെ ഇനി സീസൺസിനെയും കാലചക്രത്തെയും ഇങ്ങനെ 12ആയി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ മാസത്തിലുള്ള അസുരന്മാർ പ്രത്യേക സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലവരോട് പറയുക, അവൻ ഇന്ന് നല്ല സ്വഭാവത്തിലാണല്ലോ, എന്താ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ, അവന് കുറേ മാറ്റം വന്നു പോയിട്ടുണ്ട്. പണ്ടിവൻ തല്ലിപ്പൊളിയായിരുന്നു. ഇപ്പം ഗൾഫിലെല്ലാം പോയി വന്നിട്ട് ഇവൻ ആള് തന്നെ മാറിപ്പോയി. അപ്പോൾ ഇത്തരത്തിലാക്കുന്നുണ്ട്. അപ്പം നമുക്ക് 12 മാസങ്ങളെ പറ്റിയിട്ട് മാസങ്ങളിലുള്ള അസുരന്മാരുടെ പേരെല്ലാം പറയാം, ഋഷികളെ പേര് പറയാം,
സൂര്യൻ്റെ പേര് പറയാം. സൂര്യൻ 12, അസുരന്മാർ 12, അവരുടെ നേതാവ് തലവനായിട്ടെല്ലാം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓടിച്ചൊന്നു പോകാം. ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലാതെ ഇതൊന്നും തലയിൽ വെക്കാനൊന്നും പറ്റില്ല. അപ്പം ചൈത്രമാസത്തിലെ സൂര്യനെ ധാത, അപ്സരത്ത് കൃതസ്ഥലി, രാക്ഷസൻ ഹേതി, നാഗം വാസുകി, യക്ഷൻ രഥകൃത്, ഋഷി പുലസ്ത്യൻ, ഗന്ധർവൻ തുംബുരു. ഇവരെല്ലാണ് ചൈത്രമാസത്തിലെല്ലാം നടത്തുന്നത്. ഇപ്പോൾ ഓരോ മാസത്തിലെ രാക്ഷസന്മാരെല്ലാം പ്രത്യേക സ്വഭാവമായിട്ട് തിരിഞ്ഞിട്ട് ആ കാലത്തിലെ ഇതിനെല്ലാം അടിസ്ഥാനം എന്താണ്? സൂര്യൻ്റെ ആ പ്രത്യേക സ്ഥാനമാണ്. ചൈത്രമാസമാകുമ്പോൾ സൂര്യനൊരു പ്രത്യേക തരത്തിലായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ആ സ്വഭാവക്കാരായിട്ട് മാറും. ഇനി വൈശാഖ മാസത്തിലെ കാര്യങ്ങൾ നോക്കാം. സൂര്യൻ ആര്യമ, ഋഷി പുലഹൻ, യക്ഷൻ അഥൗജസ്, രാക്ഷസൻ പ്രഹേതി, അപ്സരസ്സുകൾ പുഞ്ചീകസ്ഥലി, ഗന്ധർവൻ നാരദൻ, നാഗൻ കക്ഷിനീരൻ. ഇനി 35 പറയും ജ്യേഷ്ഠ മാസത്തെ സൂര്യനെല്ലാം പറയുകയാണ്. സൂര്യൻ മിത്രൻ, ഋഷി അത്രി, രാക്ഷസൻ പൗരുഷേയൻ, നാഗൻ തക്ഷകൻ, അപ്സരസ് മേനക, ഗന്ധർവൻ ഹഹ, യക്ഷൻ രഥസ്വനൻ. 36 ആഷാഢമാസത്തെ പറയുന്നു. സൂര്യൻ വരുണൻ, ഋഷി വസിഷ്ഠൻ, അപ്സരസ് രംഭ, യക്ഷൻ സഹജന്യൻ, ഗന്ധർവൻ ഹൂഹു, നാഗൻ ശുക്രൻ, രാക്ഷസൻ ചിത്രസ്ഥനൻ. 37 ശ്രാവണമാസത്തെ സൂര്യനെ ഇന്ദ്രനാണ്, ഗന്ധർവൻ വിശ്വവസു, യക്ഷൻ ശ്രോത, നാഗൻ ഏലാപത്രൻ, ഋഷി അങ്കീരസ്, അപ്സരസ് പ്രംലോച, രാക്ഷസൻ വര്യൻ. ഇനി 38 ഭദ്രപാദം എന്ന മാസത്തിലെ സൂര്യൻ വിവസ്വാൻ, ഗന്ധർവൻ ഉഗ്രസേനൻ, രാക്ഷസൻ വ്യാഘ്രൻ, യക്ഷൻ ആസാരണൻ, ഋഷി ഭൃഗു, അപ്സരസ് അനുമ്ലോച, നാഗൻ ശംഖപാലൻ. ഇവരെല്ലാമാണ് ആ മാസത്തിൻ്റെ ആ രൂപത്തിൽ വന്നുകൊണ്ട് ആ ശ്രീഹരി ഈ രൂപത്തിൽ സൂര്യനിലൂടെ പ്രകടമായിട്ട്, വിവസ്വാൻ എന്ന രൂപത്തിൽ പ്രകടമായിട്ട് ഈ മറ്റുള്ള സ്വഭാവങ്ങളെല്ലാം രാക്ഷസന്മാരെല്ലാം ഈ രൂപത്തിലാണ് ആ മാസത്തിൽ ആക്ട് ചെയ്യുന്നത്. ഇനി 39 മാഘമാസമാണ്. സൂര്യൻ പുഷാവാണ്, നാഗൻ ധനഞ്ജയനാണ്, രാക്ഷസൻ വാദൻ, ഗന്ധർവൻ സുഷേണൻ, യക്ഷൻ സുരുചി, അപ്സരസ് ഗ്രഥാചി, ഋഷി ഗൗതമൻ. ഇനി 40 ഫാൽഗുണ മാസത്തിലെ ആദ്യ സൂര്യൻ പർജന്യൻ, യക്ഷൻ ക്രതു, രാക്ഷസൻ പർവസ്, ഋഷി ഭരദ്വജൻ, അപ്സരസ്സുകൾ സേനാജിത്ത്, ഗന്ധർവൻ വിശ്വൻ, നാഗൻ ഐരാവതൻ.
ഇതെല്ലാണ് ഫൽഗുണ മാസത്തിലെ. ഇനി 41 മാർഗശീർഷത്തിലെ സൂര്യൻ അംശു, ഋഷി കശ്യപൻ, യക്ഷൻ താർക്ഷീയൻ, ഗന്ധർവൻ ഋതസേനൻ, അപ്സരസ് ഊർവശി, രാക്ഷസൻ വിദ്യുച്ഛത്രു, നാഗൻ മഹാശംഖൻ. ഇനി പുഷ്യമാസത്തിലെ സൂര്യൻ ഭഗൻ, രാക്ഷസൻ സ്ഫൂർജൻ, ഗന്ധർവൻ അരിഷ്ടനേമി, യക്ഷൻ ഊർണൻ, ഋഷി ആയു, നാഗൻ കാർക്കോടകൻ, അപ്സരസ്സുകൾ പൂർവ ചിത്തി. ഇനി 43 അശ്വനി മാസത്തിലെ സൂര്യൻ ത്വഷ്ട, ഋഷി ജമദഗ്നി, നാഗൻ കമ്പളൻ, അപ്സരസ് തിലോത്തമ, രാക്ഷസൻ ബ്രഹ്മപേദൻ, യക്ഷൻ ശതജിത്ത്, ഗന്ധർവൻ ധൃതരാഷ്ട്രൻ. 44 കാർത്തിക മാസത്തിലെ സൂര്യൻ വിഷ്ണു, നാഗം അശ്വതരൻ, പിന്നെ അപ്സരസ് രംഭ, ഗന്ധർവന്മാർ സൂര്യവർച്ചസ്, യക്ഷൻ സത്യജിത്ത്, ഋഷി വിശ്വാമിത്രൻ, രാക്ഷസൻ മഖാപേദൻ. ഇവരെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ആ കാലത്ത് കാർത്തിക മാസത്തിൽ ഇവരെല്ലാമാണ് ഈ സ്വഭാവത്തോടു കൂടിയാണ് മനുഷ്യരെയെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ട് 45 പറയാണ്, ഈ ഓരോ ദിവസവും ഓരോ ദിവസവും 20 സന്ധ്യകളിലും ഇതിനെ സ്മരിക്കുന്നവർ, ഈ പ്രത്യേകതകൾ സ്മരിക്കുന്നവർ അവരെല്ലാ പാപത്തിൽ നിന്നും അകലുമെന്ന് പറയുകയാണ്. എന്നിട്ട് 46 ഈ സൂര്യൻ എന്ത് ചെയ്യാണ്? അപ്പോൾ ഈ 12 മാസങ്ങളിലും സൂര്യൻ ഈ രൂപത്തിൽ വന്നിട്ട് ഗന്ധർവന്മാർ മുതലായവരോട് കൂടി ഇത്തരം രൂപത്തിലാണ് വരിക. എന്നിട്ട് ഈ ജനങ്ങളുടെ 4 ഭാഗവും നിന്നുകൊണ്ട് സംസാരത്തെ നിയന്ത്രിക്കുന്നു. എന്നിട്ട് അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും എല്ലാം ചെയ്യേണ്ടതായ എല്ലാ കാലത്തെയും ഇവരാണ് നിയന്ത്രിക്കുന്ന ഓരോ മാസത്തിലും. ഈ രൂപത്തിൽ സൂര്യൻ വരും. അവന്മാരുടെ കിങ്കരന്മാർ, ഈ ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും എല്ലാം ഇതേ രൂപത്തിൽ പ്രകടമായിട്ട് ജനങ്ങളുടെ 4 ഭാഗത്തും നിന്നുകൊണ്ട് ഈ സംസാരത്തെയും ഈ ലോകത്തെയും പരലോകത്തിലെയും എല്ലാ മനുഷ്യരുടെയും ബുദ്ധിയെ, അവർക്ക് വേണ്ട ബുദ്ധി പ്രദാനം ചെയ്തിട്ട് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിയാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ അവരുടെ ആ ലൈനിലൂടെ നമ്മളെ അത്തരം ചിന്തകളോടുകൂടി നമ്മളെ ബുദ്ധിയെ ആ തരത്തിലാക്കി മാറ്റിയിട്ട് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. 47 ഋഷികൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവയിലൂടെ സൂര്യനെ സ്തുതിക്കുന്നു. ഈ വരുന്ന ഋഷികളെല്ലാം ഓരോ കാലഘട്ടത്തിലും ഓരോ ഋഷികളാണ്. അവർ എന്ത് ചെയ്യുന്നു? ഋഗ്വേദം, യജുർവേദം, സാമവേദം എല്ലാം കൊണ്ട് ഈ സൂര്യനെയെല്ലാം സ്തുതിക്കുന്നു. ഗന്ധർവന്മാരെല്ലാം എന്ത് ചെയ്യും? ഇവരെ പറ്റി പാടും. അപ്സരസ്സുകളെല്ലാം ഇങ്ങനെ നൃത്തം ചെയ്യും. ഈ രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ അതാത് അപ്സരസ്സുകൾ നൃത്തം ചെയ്യും. 48 നാഗങ്ങൾ എന്ത് ചെയ്യും? രഥത്തിനെ ഗാഠമായി നിർമ്മിക്കുന്നു. അവർ നാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഊർജമായിട്ടാണ്, ഊർജത്തിലൂടെയെല്ലാം സൂര്യനിൽ നിന്ന്
വരുന്ന ആ പ്രേരക ശക്തി, അതാത് കാലഘട്ടത്തെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് രഥങ്ങളെയെല്ലാം ദൃഢമായി നിർമ്മിക്കുന്നത്. രഥങ്ങളെ ദൃഢമായി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലം മുന്നോട്ടേക്ക് പോകുന്ന രഥത്തെ, ഓരോ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയ രഥത്തിലാണ് സൂര്യഭഗവാൻ പോവുക. അപ്പോൾ ആ രഥത്തിൻ്റെ പ്രത്യേകത മാതിരിയാണല്ലോ പോവുക. ഒരു തല്ലിപ്പൊളി കാളവണ്ടി കയറി കഴിഞ്ഞാൽ മെല്ലനെ പോകുള്ളൂ, കാര്യമൊന്നും ഭംഗിയായിട്ട് നടക്കില്ല. ചില മാസങ്ങളിൽ ആ രഥമുണ്ടാക്കുന്ന നാഗം വളരെ ശക്തിയാണെങ്കിൽ ആ കാലത്തിൽ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോകും. അപ്പം കാലം സഞ്ചരിക്കുന്ന രഥമാണ്, ആ രഥത്തിൻ്റെ പിന്നാലെയാണ് നമ്മളും പോകുന്നത്. അപ്പം ചില മാസത്തിൽ നമ്മളെ കാര്യങ്ങൾ വേഗത്തിൽ കിടക്കും, ലോകത്തിൻ്റെ കാര്യങ്ങൾ വേഗത്തിൽ കിടക്കും. ചില മാസത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല, പിന്നോട്ടേക്ക് രഥം തന്നെ ചിലപ്പോൾ അവിടെ നിർത്തിയിട്ടിട്ട് ചക്കട രഥമാണെങ്കിൽ യക്ഷന്മാരാണ് ആ രഥത്തെ യോജിപ്പിക്കുന്നത്. അപ്പം നാഗങ്ങൾ രഥത്തെ നിർമ്മിക്കുമ്പോൾ അതിനെയെല്ലാം യോജിച്ച് കെട്ടി മുന്നോട്ടേക്ക് നയിക്കുന്നത് യക്ഷന്മാരാണ്. രാക്ഷസന്മാരാണ് പിന്നിൽ നിന്ന് തള്ളുന്നത്. പിന്നിൽ നിന്ന് തള്ളുന്നത് രാക്ഷസന്മാരാണ്. അവർ ചിലപ്പം പിന്നോട്ടേക്ക് വലിക്കും, മുന്നോട്ടേക്ക് തള്ളില്ല. എന്നാൽ പോവോ നോക്കട്ടെ എന്ന് വെച്ച് രാക്ഷസന്മാർ പിന്നിൽ നിന്ന് വലിക്കും. പിന്നിൽ നിന്ന് തള്ളുകയാണ് രാക്ഷസന്മാർ. അവന്മാരെ തള്ളലെങ്ങോട്ടാണെന്ന് അതിനനുസരിച്ചിരിക്കും ആ മാസത്തിലെ കാര്യങ്ങൾ പോകുന്നത്. 49 വിലഖില്യന്മാർ എന്ന 60,000 ബ്രഹ്മർഷികൾ സൂര്യന് മുമ്പിൽ എതിരായിരുന്നു കൊണ്ട് ഇവരെ സ്തുതിച്ചുകൊണ്ട് മുന്നിലും പോകുന്നുണ്ട്. വേദമന്ത്രങ്ങളെല്ലാം സ്തുതിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം കാലം പോകുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാലം പുരോഗമിക്കുന്നതനുസരിച്ചാണ് ശാസ്ത്രവും പുരോഗമിക്കുന്നത്. അപ്പം മുമ്പിൽ നിന്ന് കുറേ പേര് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാലത്തെ. ആ സ്തുതി അനുസരിച്ചായിരിക്കും ആ കാലത്തിൻ്റെ പ്രത്യേകത. അർപ്പിക്കുന്നു. ഇനി 50 ഇപ്രകാരം ആദ്യ അന്ത്യമില്ലാത്ത ഈ സൃഷ്ടി നടത്തി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കക്ഷിയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിട്ട് പലതായി വിഭജിച്ചിട്ട് കാലത്തെയും പലതായി വിഭജിച്ചിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ കാലം പോകുന്ന പോക്കിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിക്ക് ആദ്യവുമില്ല അന്ത്യവുമില്ല അവസാനവുമില്ല. അതങ്ങനെ അറ്റമില്ലാതെ കിടക്കുകയാണ്. അത് ഐശ്വര്യങ്ങളെല്ലാം നിറഞ്ഞതാണ്. എല്ലാ ഐശ്വര്യവും അതിലാണുള്ളത്. സർവശക്തനാണ്. അതിൻ്റെ ശക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവന് ജനനവും ഇല്ല. ആയ ആ ശ്രീഹരി എന്ന പരമാത്മാവ്, അത് തന്നെ ശ്രീഹരി, അത് തന്നെ പരമാത്മാവ്. ഓരോ കൽപ്പത്തിലും, അപ്പം പല കൽപ്പങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഒരു കൽപ്പം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും യുഗങ്ങൾ ചേർന്നതാണ്, 4 ചതുർയുഗങ്ങൾ ഇത്ര എണ്ണം കൂടിയതാണ് ഒരു കൽപ്പം എന്നല്ല. അപ്പോൾ ഓരോ കൽപ്പത്തിലും അതിങ്ങനെ പൊളിഞ്ഞാൽ പിന്നെയും പുതിയ പുതിയ ഉണ്ടായിക്കൊണ്ടേ വരും. ലോകത്തെ തന്നെത്താൻ ഹരിച്ചുകൊണ്ട് രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീഹരി എന്ന് പറയുന്നത്. ഈ ലോകത്തെ പരിപാലിച്ചുകൊണ്ടെല്ലാം പോവുകയാണ്.